നമസ്കാരം. 24 എല്ലാ പ്രേക്ഷകർക്കും വാർത്താസന്ധ്യയിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. ആദ്യം നിലപാട് മാറ്റി പാകിസ്ഥാൻ. ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന നിലപാട് മണിക്കൂറുകൾക്കകം തിരുത്തി പാകിസ്ഥാൻ. കശ്മീരിന്റെ പ്രത്യേക അധികാരം പുനഃസ്ഥാപിച്ചാൽ മാത്രം ചർച്ചയെന്ന് വ്യക്തമാക്കി പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് വിശദീകരണ കുറിപ്പിറക്കി. പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്നാണ് നിലപാട് മാറ്റമെന്നാണ് സൂചന. കശ്മീർ വിഷയത്തിൽ ഇന്ത്യയുമായി സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നായിരുന്നു അൽ അറേബ്യൻ ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് നിലപാട് വ്യക്തമാക്കിയിരുന്നത്. ഇന്ത്യയുമായി ഉണ്ടായ 3 യുദ്ധങ്ങൾ തങ്ങൾക്ക് നൽകിയത് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും മാത്രമാണെന്നും ഷെഹബാസ് ഷെരീഫ് തുറന്നു സമ്മതിച്ചിരുന്നു. ഇത് വലിയ വാർത്തയായതോടെ പ്രധാനമന്ത്രിയെ തള്ളി മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയടക്കം രംഗത്ത് വരികയും ചെയ്തു. ഇതോടെയാണ് ഷെഹബാസ് ഷെരീഫ് നിലപാട് മാറ്റിയത്. ജമ്മു കശ്മീരിന് പ്രത്യേക സ്വയംഭരണ പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിച്ചാൽ മാത്രമേ വിഷയം ചർച്ച ചെയ്യൂ എന്നാണ് പാക് പ്രധാനമന്ത്രിയുടെ പുതിയ പ്രസ്താവന. അതേസമയം കശ്മീർ പോലെ ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ UAE മധ്യസ്ഥത വഹിക്കണമെന്നും ഷെഹബാസ് ഷെരീഫ് അഭിമുഖത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി പാകിസ്ഥാൻ നേരിടുന്ന സമയത്താണ് ഷെഹബാസ് ഷെരീഫിന്റെ സമാധാന അഭ്യർത്ഥനയെന്നതും ശ്രദ്ധേയം. അണുവായുധ ശക്തികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ എന്താണ് സംഭവിക്കുകയെന്ന് പ്രവചിക്കാനാകില്ലെന്നും പാക് പ്രധാനമന്ത്രി പറയുന്നു. എന്നാൽ ഭീകരതയ്ക്കുള്ള പരസ്യ പിന്തുണ അവസാനിപ്പിക്കാതെ പാകിസ്ഥാനുമായി ചർച്ചയ്ക്കില്ലെന്ന നിലപാടാണ് ഇന്ത്യ എക്കാലത്തും ആവർത്തിക്കുന്നത്. കശ്മീർ ആഭ്യന്തര വിഷയമാണെന്നും മൂന്നാം കക്ഷിയെ ഉൾപ്പെടുത്തി ചർച്ചകൾ സാധ്യമല്ലെന്നും ഇന്ത്യ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. BJPയെ നയിക്കാൻ നദ്ദ വീണ്ടും. BJP ദേശീയ അധ്യക്ഷനായ JP നദ്ദ തുടരും. അടുത്ത ജൂൺ വരെ കാലാവധി നീട്ടാനാണ് BJP ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ തീരുമാനം. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ദേശീയ നിർവാഹക സമിതി യോഗം ചർച്ച ചെയ്തു. അടുത്ത വർഷം JP നദ്ദയുടെ നേതൃത്വത്തിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് BJP തീരുമാനം. ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നദ്ദയുടെ പേര് നിർദ്ദേശിച്ചപ്പോൾ യോഗം ഐക്യകണ്ഠേന അംഗീകരിച്ചെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ശ്രീ ജഗത് പ്രകാശ് നड्डा जी को राष्ट्रीय कार्यकारिणी ने आज सर्वानुमत प्रस्ताव किया है. श्री राजनाथ सिंह जी ने इस प्रस्ताव को रखा और सभी भारतीय जनता पार्टी के सदस्यों ने इसको हर्ष ध्वनि के साथ सर्वानुमत से स्वीकार किया है. കോവിഡ് കാലത്ത് പാർട്ടിയെ മികച്ച രീതിയിൽ നദ്ദ നയിച്ചുവെന്ന് അമിത്ഷാ പറഞ്ഞു. ദക്ഷിണേന്ത്യയിലടക്കം രാജ്യത്തുടനീളം പാർട്ടി ശക്തിപ്പെട്ടുവെന്നാണ് വിലയിരുത്തൽ. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് മുന്നേറ്റം അമിത്ഷാ ചൂണ്ടിക്കാട്ടി. 300-ലധികം സീറ്റുകൾ നേടി ഭരണത്തുടർച്ച സ്വന്തമാക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു BJP ദേശീയ നിർവാഹക സമിതി യോഗത്തിലെ പ്രധാന ചർച്ച. കേരളം, തമിഴ്നാട്, തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ദുർബലമായ മണ്ഡലങ്ങളിൽ ബൂത്ത് തലത്തിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തും. ചുമതലക്കാരെയും ഉടൻ നിശ്ചയിക്കും. 9 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കണമെന്നാണ് ദേശീയ അധ്യക്ഷൻ JP നദ്ദ നിർദ്ദേശിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ നിലവിലെ നേതൃത്വം തുടരണമെന്നും അടുത്ത ജൂൺ വരെ സംഘടനാ തെരഞ്ഞെടുപ്പ് വേണ്ടെന്നുമാണ് യോഗത്തിൽ ധാരണയായത്. കേരളത്തിൽ സംസ്ഥാന അധ്യക്ഷനായി K. സുരേന്ദ്രൻ തന്നെ തുടർന്നേക്കും. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. പെരിന്തൽമണ്ണയിൽ തീരാവിവാദം. പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തപാൽ വോട്ടുകൾ അടങ്ങിയ പെട്ടി കാണാതായ സംഭവം അതീവ ഗുരുതര വിഷയമെന്ന് ഹൈക്കോടതി. പരിശോധനയ്ക്കായി എത്തിച്ച ബാലറ്റ് പെട്ടി കോടതിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കും. അതേസമയം പെട്ടി കാണാതായ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് നജീബ് കാന്തപുരം MLA പ്രതികരിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണലിൽ അസാധുവായി പ്രഖ്യാപിച്ച 348 സ്പെഷ്യൽ തപാൽ വോട്ടുകൾ കൂടി എണ്ണണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതി പരാമർശം. ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി KPM മുസ്തഫയായിരുന്നു ഹർജിക്കാരൻ. സ്പെഷ്യൽ തപാൽ വോട്ടുകൾ അടങ്ങിയ പെട്ടി കാണാതായ സംഭവം അതീവ ഗുരുതര വിഷയമെന്നാണ് ഹൈക്കോടതി വിലയിരുത്തൽ. വോട്ടുപെട്ടി കാണാതായ സംഭവത്തിൽ കോടതി മേൽനോട്ടത്തിലോ തിരഞ്ഞെടുപ്പ് കമ്മീഷനോ അന്വേഷണം നടത്തണമെന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു. അതേസമയം വോട്ടുകൾ അടങ്ങിയ പെട്ടി കാണാതായതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് നജീബ് കാന്തപുരം MLA പ്രതികരിച്ചു. ബഹുമാന്യനായ ഹൈക്കോടതി ജഡ്ജി തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞത് അത്യധികം ഗൗരവമായിട്ടുള്ള ഒരു സംഭവ വികാസം എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായി എന്നത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്.
മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവരിതിൻ്റെ ഒരു സീരിയസ്നെസ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയുള്ള ഒരു റിപ്പോർട്ടാണ് പ്രാഥമികമായിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കക്ഷി ചേർത്തിട്ടുണ്ട്. ബാലറ്റുകൾ ഉദ്യോഗസ്ഥർക്ക് തിരികെ നൽകാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഹർജി ഈ മാസം 31 മാറ്റി. ബാലറ്റുകൾ ഹൈക്കോടതിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കും. 24 കൊച്ചി. പെരിന്തൽമണ്ണ സബ് ട്രഷറിയിൽ നിന്ന് ബാലറ്റ് പെട്ടി കാണാതായ സംഭവത്തിൽ 4 ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. സബ് ട്രഷറിയിലെയും ബാലറ്റ് പെട്ടി കണ്ടെത്തിയ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലെയും ഉദ്യോഗസ്ഥർക്കാണ് കളക്ടർ നോട്ടീസ് നൽകിയത്. സംഭവം പ്രത്യേക ഏജൻസി അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെയും പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന്റെയും ബാലറ്റുകൾ പെരിന്തൽമണ്ണ സബ് ട്രഷറിയിലാണ് സൂക്ഷിച്ചിരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പോസ്റ്റൽ ബാലറ്റ് ഉൾപ്പെടെയുള്ളവ നശിപ്പിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം ലഭിച്ചു. ഇതിനായി സബ് ട്രഷറിയിൽ നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ബാലറ്റുകൾ ശേഖരിച്ചപ്പോൾ അബദ്ധത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ബാലറ്റ് ഉൾപ്പെട്ടതാണെന്നാണ് ഉദ്യോഗസ്ഥ വിശദീകരണം. ഈ വിശദീകരണം ഉൾപ്പെടുത്തിയാണ് ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകിയത്. ബാലറ്റ് പെട്ടി കൈമാറിയ സബ് ട്രഷറിയിലെ 2 ഉദ്യോഗസ്ഥർക്കും കൈപ്പറ്റിയ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥർക്കും വീഴ്ച സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം. അതേസമയം സംഭവം പ്രത്യേക അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. സമഗ്രമായ അന്വേഷണം നടത്തണം. അപകടകരമായൊരു സ്ഥിതിവിശേഷമാണ് ഇതുള്ളത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻ്റ് ഒരു ട്രഷറിയിലെ ലോക്കറിൽ സൂക്ഷിക്കേണ്ട ഒരു സാധനം എങ്ങനെയാണ് ഇത്രയും കിലോമീറ്റർ അകലെ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത JRന്റെ ഓഫീസിൽ എങ്ങനെ എത്തി എന്ന അന്വേഷണം നടത്തണം. ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ചെയ്യുന്നതാണ്. അത് അന്വേഷണം തന്നെ വേണം. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം ലഭിച്ച ശേഷം ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശമനുസരിച്ചാകും തുടർ നടപടികളെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. 24 മലപ്പുറം. എസ്.എൻ. ട്രസ്റ്റിൽ സുപ്രധാന ബൈലോ ഭേദഗതി. എസ്.എൻ. ട്രസ്റ്റ് കേസിൽ വെള്ളാപ്പള്ളി നടേശന് തിരിച്ചടി. ട്രസ്റ്റ് ബൈലോയിൽ കോടതി നിർണായക ഭേദഗതി വരുത്തി. വഞ്ചനാ കേസുകളിലും ട്രസ്റ്റിന്റെ സ്വത്ത് സംബന്ധമായ കേസുകളിലും ഉൾപ്പെട്ടവർ ട്രസ്റ്റ് ഭാരവാഹിത്വത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. മുൻ ട്രസ്റ്റ് അംഗം അഡ്വക്കേറ്റ് ചെറുന്നിയൂർ ജയപ്രകാശ് നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ച് ബൈലോ പുതുക്കി ഉത്തരവിറക്കിയത്. വഞ്ചനാ കേസുകളിലും ട്രസ്റ്റിന്റെ സ്വത്ത് സംബന്ധമായ കേസുകളിലും ഉൾപ്പെട്ടവർ ട്രസ്റ്റ് ഭാരവാഹിത്വത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന ഭേദഗതിയാണ് നിലവിൽ വന്നത്. കേസിൽ കുറ്റവിമുക്തരാകും വരെ ട്രസ്റ്റ് ഭാരവാഹിയായി തുടരാൻ പാടില്ലെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. വിധി സ്വാഗതം ചെയ്ത ശ്രീനാരായണ സഹോദരവേദി ചെയർമാൻ ഗോകുലം ഗോപാലൻ രംഗത്തെത്തി. ആ കേസിന് ഇപ്പോഴാണ് നിർണായകമായ ഒരു ഉത്തരവ് കിട്ടിയത്. ഇന്ന് പ്രതിപക്ഷം വരുന്ന 75% ആളുകൾ ഈ കാര്യത്തിൽ ഏറ്റവും നല്ല സന്തോഷിക്കുന്ന ഒരു സമയമായി ഞാൻ ഇത് കാണുകയാണ്. അതേസമയം പൊതുവിധിയാണ് വന്നതെന്നും തനിക്ക് മാത്രമല്ല ട്രസ്റ്റിലെ എല്ലാവർക്കും ബാധകമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. ഹൈക്കോടതികൾക്ക് ട്രസ്റ്റുകളുടെ മേലിലെല്ലാം ഒരു ഉന്നത അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു വിധി ഉണ്ടായി എങ്കിൽ ആ ഒരു വിധി എന്നെ ബാധിക്കുന്നത് മാത്രമല്ല ട്രസ്റ്റുകളായിട്ടിരിക്കുന്നവരെല്ലാവർക്കും വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു വിധിയാണ്. എൻ്റെ കോപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. പക്ഷെ അത് വ്യാഖ്യാനിച്ച് എന്നെ മാത്രം ബാധിക്കുന്നതൊക്കെയാണ് പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു പൊതുവിധിയാണ്. കേസിൽ ബൈലോ പരിഷ്കരണത്തിനായാണ് ജയപ്രകാശ് ഹൈക്കോടതിയെ സമീപിച്ചത്. ട്രസ്റ്റിന്റെ സത്യസന്ധമായ നടത്തിപ്പിനെ പോലും ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഭേദഗതി. ട്രസ്റ്റിന്റെ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പാക്കാൻ ഭേദഗതി വരുത്തണമെന്നും ജയപ്രകാശ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ട്രസ്റ്റ് സ്വത്ത് കേസിൽ ഉൾപ്പെട്ടവർ ഭാരവാഹിയായിരുന്നാൽ കേസ് നടപടികൾ കാര്യക്ഷമമായി നടക്കില്ലെന്നും ഹർജിക്കാരൻ വാദിച്ചു. 24 കൊച്ചി. വയനാട് ചുള്ളിയോട് KSRTC ബസ് വൈദ്യുതി പോസ്റ്റിലിടിച്ച് വിദ്യാർത്ഥിയുടെ കൈ അറ്റുപോയി. ആനപ്പാറ കുന്നത്തൊടി അസൈനാരുടെ മകൻ അസ്ലമിന്റെ ഇടത് കൈമുട്ടിന് താഴെയുള്ള ഭാഗമാണ് അറ്റുപോയത്. ഇന്ന് രാവിലെയാണ് സംഭവം. അമ്പലവയലിൽ നിന്ന് ബത്തേരിക്ക് പോകുകയായിരുന്നു KSRTC ബസ്. മംഗലങ്കാപ്പ് എസ്റ്റേറ്റിന് സമീപത്ത് മറ്റൊരു വാഹനത്തിന് കടന്നു പോകാൻ വഴിമാറിക്കൊടുക്കുന്നതിനിടെയാണ് അപകടം. പോസ്റ്റ് റോഡിലേക്ക് ചരിഞ്ഞു നിൽക്കണ്ടായിരുന്നു. മുൻപൊന്നും ഒരു സ്കൂട്ടി വന്ന സമയത്ത് നമ്മൾ സൈഡ് കൊടുക്കാൻ വേണ്ടി ഇച്ചിരി എടുത്ത് പത്തേക്കൊന്ന് ഒതുക്കിയതാണ്. ഒതുക്കുന്ന സമയത്ത് ഈ പയ്യൻ പുറത്തേക്ക് കൈയിട്ടായിരുന്നിരുന്നത്. അങ്ങനെ ഈ കൈ കൊണ്ടിച്ച് പോസ്റ്റിലിടിച്ചു. പരുക്കേറ്റ വിദ്യാർത്ഥിയെ ആദ്യം ബത്തേരി വിനായക ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ശസ്ത്രക്രിയ പൂർത്തിയാക്കി കൈ തുന്നിച്ചേർത്തു. ബത്തേരി താളൂർ റോഡ് നിർമ്മാണം തുടങ്ങിയതിൽ പിന്നെ റോഡിൽ ഗതാഗത നിയന്ത്രണമുണ്ട്. റോഡ് പ്രവൃത്തി പൂർത്തിയാക്കുന്നതിലെ വീഴ്ചയ്ക്കെതിരെ നാട്ടുകാരിലും പ്രതിഷേധം ശക്തമാണ്. 24 വയനാട്.
കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് യാത്രക്കാരിക്ക് പരിക്ക്. യാത്രക്കാരി കയറും മുൻപേ ബസ് മുന്നോട്ടിടുകയായിരുന്നു. റോഡിൽ വീണ മാവൂർ സ്വദേശി തസ്രീനയ്ക്കാണ് പരിക്കേറ്റത്. സ്കൂളിൽ PTA മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ മകൾ ബസ്സിൽ കയറിയ ശേഷം തസ്രീന കയറുന്നതിനിടെയാണ് ബസ് മുന്നോട്ടെടുത്തത്. നിലത്ത് വീണ തസ്രീന അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ബസ് നിർത്താതെ പോവുകയും ചെയ്തു. ഇന്നലെ നടന്ന സംഭവം 24 വാർത്തയാക്കിയതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്തത്. ബസ് ഇന്ന് വൈകിട്ടോടെ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. തർക്കിച്ച് ഭക്ഷ്യ ക്ഷീര വകുപ്പുകൾ. ആര്യങ്കാവിൽ മായം കലർത്തിയ പാൽ പിടിച്ചതിൽ ഭക്ഷ്യ ക്ഷീര സംരക്ഷണ വകുപ്പുകൾ തമ്മിൽ തർക്കം തുടരുന്നു. മായം കണ്ടെത്താനുള്ള പരിശോധന വൈകിയെന്ന ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ വാദം തള്ളി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സമയബന്ധിതമായാണ് പരിശോധന നടത്തിയതെന്ന് വീണ ജോർജ് വിശദീകരിച്ചു. അതിനിടെ പിടിച്ചെടുത്ത് ടാങ്കർ ക്ഷീര സംരക്ഷണ വകുപ്പ് വിട്ടു നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. കഴിഞ്ഞ ചൊവ്വാഴ്ച ആര്യങ്കാവിൽ പിടികൂടിയ 15,300 ലിറ്റർ പാലിൽ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സാന്നിധ്യം എങ്ങോട്ട് പോയെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ തുടരുമ്പോഴാണ് വിഷയത്തിൽ ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടാകുന്നത്. മായം കലർന്ന പാൽ പിടിച്ചെടുത്ത ലോറി ക്ഷീരവികസന വകുപ്പിന് വിട്ടു നൽകാൻ ഉത്തരവിട്ട ഹൈക്കോടതി വാഹനത്തിലെ പാൽ ക്ഷീരവികസന വകുപ്പ് നശിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചു. ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് വെച്ച് നടത്തിയ ആദ്യ പരിശോധനയിൽ കണ്ടെത്തിയ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സാന്നിധ്യം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അനലിറ്റിക് ലാബിലെ പരിശോധനയിൽ കണ്ടെത്താനായിരുന്നില്ല. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വീഴ്ചയാണ് പാലിലെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സാന്നിധ്യം തെളിയിക്കാൻ കഴിയാതെ പോയതെന്നാണ് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ നിലപാട്. എന്നാൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ജെ ചിഞ്ചുറാണിയുടെ നിലപാട് തള്ളി രംഗത്ത് വന്നു. ക്ഷീരവികസന വകുപ്പ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്നലെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറോട് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ക്ഷീരവികസന വകുപ്പ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ പാലിൻ്റെ സാമ്പിൾ ശേഖരിക്കുകയും ഏതാണ്ട് അതിൻ്റെ സമയമെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതിൽ ഔദ്യോഗിക രേഖകളും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് തിരുവനന്തപുരത്തെ ലാബിൽ അതിൻ്റെ പരിശോധന നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. പാലിന്റെ ഗുണമേന്മ പരിശോധന വൈകിയില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തർക്കം തുടരുന്നതിനിടയിൽ പാൽ കൊണ്ടുവന്ന ടാങ്കർ ക്ഷീരവികസന വകുപ്പിന് കൈമാറാൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറും നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനിടയിൽ ടാങ്കറിന്റെ ഒന്നാമത്തെ കമ്പാർട്ട്മെന്റിൽ നിന്ന് ചോർച്ചയുണ്ടായി. പാല് തൈരാകുന്ന ഫെർമെന്റേഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ചോർച്ചയെന്നാണ് വിവരം. 24 കൊട്ടാരക്കര. കളമശ്ശേരിയിൽ 500 കിലോ പഴകിയ ഇറച്ചി പിടികൂടിയ സ്ഥാപനത്തിൽ നിന്ന് 30 ഹോട്ടലുകളിലേക്ക് ഇറച്ചി എത്തിച്ചെന്ന് തെളിയിക്കുന്ന രേഖകൾ ലഭിച്ചു. ആരോഗ്യ വിഭാഗവും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വിവരം ലഭിച്ചത്. അതിനിടെ പറവൂരിലെ മജ്ലിസ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 33 പേർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കളമശ്ശേരിയിലെ ഇറച്ചി സൂക്ഷിച്ചിരുന്ന വീട്ടിൽ നഗരസഭ, ആരോഗ്യ വിഭാഗവും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് രേഖകൾ ലഭിച്ചത്. ഏതൊക്കെ ഹോട്ടലുകളിലേക്കാണ് ഇറച്ചി എത്തിച്ചതെന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട്. കണ്ടെടുത്ത രേഖകൾ വിശദമായി പരിശോധിക്കുകയാണ്. എറണാകുളത്തെ 30-ലധികം ഹോട്ടലുകളിലേക്ക് ഇറച്ചി എത്തിച്ചിരുന്നതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. വീഴ്ച വരുത്തിയ ഹോട്ടലുകൾക്കെതിരെ നടപടിയുണ്ടാകും. കളമശ്ശേരി മാത്രമല്ല, കളമശ്ശേരിയിലും നല്ല രീതിയിലുള്ള കടകളുണ്ട്. എറണാകുളം ജില്ല മുഴുവനുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. 30-ലും മേളിലെ കടകളുണ്ട്. നമ്മൾ ഈ ലിസ്റ്റ് പ്രകാരം ഈ കടകൾ ചിക്കൻ മോശപ്പെട്ട ചിക്കൻ വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി നഗരസഭയുടെ പരിധിയിൽ നിന്ന് ചെയ്യാവുന്ന നടപടികൾ നമ്മൾ സ്വീകരിക്കും. കൂടുതൽ അന്വേഷണത്തിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിലേക്കും മറ്റു പോലീസിലേക്കും അതിൻ്റെ കാര്യങ്ങൾ കൈമാറിക്കൊടുക്കും. അതിനിടെ പറവൂരിലെ മജ്ലിസ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. കുഴിമന്തിയും ഷവർമയും കഴിച്ച് ദേഹാസ്വാസ്ഥ്യമുണ്ടായ 33 പേരെ പറവൂർ താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രികളിലുമായി പ്രവേശിപ്പിച്ചു. ഹോട്ടലിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തി സാമ്പിളുകൾ ശേഖരിച്ചു. ഭക്ഷ്യവിഷബാധയാണോ ഉണ്ടായതെന്ന് പരിശോധിക്കുന്നുണ്ട്. ഹോട്ടൽ അടച്ചുപൂട്ടാൻ അധികൃതർ നിർദ്ദേശം നൽകി. 24 കൊച്ചി. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ 2 CISF ജവാന്മാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒരാളെ തൂങ്ങി മരിച്ച നിലയിലും മറ്റൊരാളെ വെടിയുതിർത്ത് മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. റഡാറിലെ സുരക്ഷാ ജീവനക്കാരനും ഛത്തീസ്ഗഡ് സ്വദേശിയുമായ ചിന്താമണിയെ തിങ്കളാഴ്ച പുലർച്ചെയാണ് സുരക്ഷാ മുറിക്ക് സമീപത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവധിക്ക് ശേഷം ഒരാഴ്ച മുൻപാണ് ചിന്താമണി ജോലിയിൽ പ്രവേശിച്ചത്. കുടുംബ പ്രശ്നങ്ങൾ മൂലം ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസ് നിഗമനം. തിങ്കളാഴ്ച രാത്രിയാണ് രണ്ടാമത്തെ സംഭവം. പ്രധാന ഗേറ്റിൽ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ബീഹാർ സ്വദേശി വികാസ് സിംഗ്
സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു. മകന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് വികാസ് മാനസിക പ്രശ്നത്തിലായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞതായി പോലീസ് അറിയിച്ചു. രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി CISF ആശുപത്രിയിലേക്ക് മാറ്റി. അതീവ സുരക്ഷാ മേഖലയിലുണ്ടായ മരണങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. 24 ചെന്നൈ. ഭാരത് ജോഡോ യാത്രയുടെ കശ്മീർ പര്യടനത്തിന് രാഹുൽ ഗാന്ധിക്ക് മുന്നറിയിപ്പുമായി സുരക്ഷാ ഏജൻസികൾ. ചില മേഖലകളിൽ കാൽനടയാത്ര ഒഴിവാക്കണമെന്നും കാറിൽ സഞ്ചരിക്കണമെന്നും സുരക്ഷാ ഏജൻസികൾ ആവശ്യപ്പെട്ടു. യാത്രയുടെ പഞ്ചാബ് പര്യടനത്തിനിടെ സുരക്ഷാ വീഴ്ചയുണ്ടായി. അതേസമയം ഭാരത് ജോഡോ യാത്രയുടെ സമാപന പരിപാടിയിൽ CPI പങ്കെടുക്കുമെന്ന് അറിയിച്ചു. ഭാരത് ജോഡോ യാത്ര കശ്മീരിൽ പ്രവേശിക്കാനിരിക്കെയാണ് രാഹുൽ ഗാന്ധിക്ക് സുരക്ഷാ ഏജൻസികളുടെ മുന്നറിയിപ്പ്. ഭീകരാക്രമണ സാധ്യതയുള്ള മേഖലകളിൽ കാൽനടയാത്ര ഒഴിവാക്കി വാഹനത്തിൽ യാത്ര ചെയ്യണം. യാത്ര അനന്തനാഗ് വഴി ശ്രീനഗറിലേക്ക് കടക്കുമ്പോൾ നടക്കുന്നവരുടെ എണ്ണം പരമാവധി കുറയ്ക്കണം. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ അവലോകനം നടത്തുകയാണ്. രാത്രിയിൽ താമസിക്കുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ സുരക്ഷാ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. ഈ മാസം 30-നാണ് ശ്രീനഗറിൽ വിപുലമായ സമാപന സമ്മേളനം കോൺഗ്രസ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് പഞ്ചാബിലെ യാത്രയ്ക്കിടെ സുരക്ഷാ വീഴ്ചയുണ്ടായത്. ഹോഷിയാർപൂരിൽ വെച്ച് സുരക്ഷാവലയം ഭേദിച്ച് ആൾക്കൂട്ടത്തിൽ നിന്നൊരാൾ രാഹുൽ ഗാന്ധിയെ ആലിംഗനം ചെയ്യുകയായിരുന്നു. എന്നാൽ ആവേശഭരിതനായാണ് യുവാവ് എത്തിയതെന്നും സുരക്ഷാ വീഴ്ചയായി കാണേണ്ടെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. CRPF സുരക്ഷയിൽ വീഴ്ചയുണ്ടെന്ന കോൺഗ്രസിന്റെ ആരോപണത്തിനിടെയാണ് പഞ്ചാബിലെ സംഭവം. അതേസമയം ഭാരത് ജോഡോ യാത്രയ്ക്ക് പിന്തുണ അറിയിച്ച് സമാപന പരിപാടിയിൽ CPI നേതാക്കൾ പങ്കെടുക്കും. ശ്രീനഗറിലെ സമാപന സമ്മേളനത്തിൽ D രാജ, ബിനോയ് വിശ്വം എന്നിവരാകും പങ്കെടുക്കുക. 24 ഡൽഹി. ജമ്മുകാശ്മീരിലെ ബദ്ഗാമിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ വധിച്ചു. ലഷ്കർ-ഇ-തോയ്ബ ഭീകരരെയാണ് വധിച്ചത്. മേഖലയിൽ തെരച്ചിൽ തുടരുന്നു. ബഡ്ഗാമിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരർ വെടിയുതിർത്തത്. മേഖല വളഞ്ഞ സൈന്യം ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ വധിച്ചു. പുൽവാമയിൽ നിന്നുള്ള ലഷ്കർ-ഇ-തോയ്ബ ഭീകരരായ അർബാസ് മീർ, ഷാഹിദ് ഷെയ്ഖ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അടുത്തിടെ നടന്ന ഏറ്റുമുട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടവരാണിവർ. ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഭീകരിൽ നിന്ന് കണ്ടെടുത്തു. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. പരിശോധന കർശനമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ നടത്തിയ സുരക്ഷാ യോഗത്തിനു പിന്നാലെ കശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങളും പരിശോധനയും കർശനമാക്കിയിരുന്നു. 24 ഡൽഹി. മക്കി ആഗോള ഭീകരൻ. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ അബ്ദുൾ റഹ്മാൻ മക്കി ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച് UN സുരക്ഷാ കൗൺസിൽ. നാളുകളായുള്ള ഇന്ത്യയുടെ ആവശ്യത്തിനാണ് അംഗീകാരമായത്. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ മുൻ വനിതാ MPയെയും അംഗരക്ഷകനെയും ആയുധധാരി വെടിവെച്ച് കൊലപ്പെടുത്തി. 2022-ൽ മക്കിയെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമത്തെ ചൈന എതിർത്തിരുന്നു. തുടർന്ന് ഭീകരരെ സംരക്ഷിക്കുന്നു എന്നാരോപിച്ച് പാകിസ്ഥാനും ചൈനയ്ക്കുമെതിരെ ഇന്ത്യയുൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു. മക്കിയെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിലുള്ള എതിർപ്പ് ചൈന പിൻവലിച്ചതിനെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിന്റെ നടപടി. UN സുരക്ഷാ കൗൺസിൽ ഉപരോധ സമിതിയുടെ കീഴിൽ തീവ്രവാദി അബ്ദുൾ റഹ്മാൻ മക്കിയെ പട്ടികയിൽപ്പെടുത്താനുള്ള നിർദ്ദേശം തടഞ്ഞതിനു പിന്നാലെ ചൈനയ്ക്കെതിരെ ഇന്ത്യ ആഞ്ഞടിച്ചിരുന്നു. ജമ്മുകശ്മീരിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും രാജ്യത്തിനകത്തും പുറത്തും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് രൂപീകരിക്കുന്നതിലും യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിലും മക്കി നേതൃത്വം വഹിച്ചു. 2011-ലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിന്റെ കൂട്ടാളിയും ഭാര്യ സഹോദരനുമാണ് മക്കി. ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചതോടെ അബ്ദുൾ റഹ്മാൻ മക്കിയുടെ ആസ്തികൾ മരവിപ്പിക്കുകയും യാത്രാനിരോധനം ഏർപ്പെടുത്തുകയും ചെയ്യും. ഇന്റർനാഷണൽ ഡെസ്ക് 24. ചെന്നൈ തിരുച്ചിറപ്പള്ളി ഇൻഡിഗോ വിമാനത്തിലെ സുരക്ഷാ വീഴ്ചയിൽ അന്വേഷണം പ്രഖ്യാപിച്ച് DGCA. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ എമർജൻസി വാതിൽ തുറന്നതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം. കർണാടക MP തേജസ്വി സൂര്യക്കെതിരെയാണ് യാത്രക്കാരുടെ ആരോപണം. എന്നാൽ ഇക്കാര്യം DGCA സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം 10-ന് ചെന്നൈയിൽ നിന്ന് വിമാനം പുറപ്പെട്ടതിന് പിന്നാലെ സുരക്ഷാ വീഴ്ചയുണ്ടായെന്നാണ് ആരോപണം. എമർജൻസി വാതിലിനെക്കുറിച്ച് വിമാനത്തിലെ ജീവനക്കാർ യാത്രക്കാർക്ക് വിവരിച്ചു കൊടുത്തതിന് പിന്നാലെ വിമാനം റൺവേയിൽ നിന്ന് നീങ്ങി തുടങ്ങി. ഈ സമയത്ത് എമർജൻസി വാതിലിനടുത്തുണ്ടായിരുന്ന യാത്രക്കാരൻ വാതിൽ തുറന്നെന്നാണ് ആരോപണം. 10:05-ന് പുറപ്പെടേണ്ടിയിരുന്ന 6E7339 വിമാനം ചില സാങ്കേതിക കാരണങ്ങളാൽ 40 മിനിറ്റോളം വൈകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് എമർജൻസി വാതിൽ തുറന്നതിലൂടെ ഉണ്ടായ പരിഭ്രാന്തി മൂലം വീണ്ടും വിമാനം വൈകിയത്. സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം 12:17-നാണ് വിമാനം തിരുച്ചിറപ്പള്ളിയിലേക്ക് പറന്നത്. വാതിൽ തുറന്നത് BJP MP തേജസ്വി സൂര്യയാണെന്നും
ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരൻ BJP തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലയാണെന്നുമാണ് യാത്രക്കാർ ആരോപിച്ചത്. അബദ്ധം പറ്റിയതാണെന്ന് കാണിച്ച് തേജസ്വി സൂര്യ അന്ന് തന്നെ ഇൻഡിഗോയ്ക്ക് കത്ത് നൽകിയെന്നും സൂചനയുണ്ട്. 24 ചെന്നൈ. കർണാടകയിലെ ക്വാറി ഇടപാട് കേസിൽ നിലമ്പൂർ MLA PV അൻവറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യുന്നു. കൊച്ചിയിലെ ED ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. കർണാടക ബെൽത്തങ്ങാടിയിലെ ക്വാറിയിൽ പങ്കാളിത്തം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 50 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ്. കേസിലെ പരാതിക്കാരനായ സലീമിനെയും ക്വാറി PV അൻവറിന് വിറ്റ ഇബ്രാഹിമിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകളിലേക്ക്. എറണാകുളം ഞാറക്കലിൽ ഭാര്യാപിതാവിന്റെയും സഹോദരന്റെയും മർദ്ദനമേറ്റ് യുവാവ് മരിച്ചു. എളങ്കുന്നപ്പുഴ സ്വദേശി ബിബിൻ ബാബുവാണ് കൊല്ലപ്പെട്ടത്. തലയ്ക്കുൾപ്പെടെ കമ്പിവെടികൊണ്ട് അടിയേറ്റാണ് മരണം. ബിബിന്റെ ഭാര്യ വിനിമോളെയും സഹോദരനെയും പിതാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബിബിനുമായി വഴക്കിട്ട് ഒരാഴ്ചയായി എളങ്കുന്നപ്പുഴയിലെ സ്വന്തം വീട്ടിലായിരുന്നു ഭാര്യ വിനിമോൾ. തുടർന്ന് ഇന്നുച്ചയോടെ ഭാര്യ വീട്ടിലെത്തിയ ബിബിൻ ബാബു വിനിമോളുമായി വാക്തർക്കമായി. ഭാര്യ വിനിമോളും സഹോദരനായ വിഷ്ണു, അച്ഛനായ സതീശൻ എന്നിവർ ചേർന്ന് ബിബിനെ മർദ്ദിക്കുകയായിരുന്നു. കമ്പിവടി കൊണ്ട് തലയ്ക്കും ശരീരഭാഗങ്ങളിലും മാരകമായി അടിയേറ്റ ബിബിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പ്രതികൾ 3 പേരും പോലീസ് കസ്റ്റഡിയിലാണ്. കൊല്ലപ്പെട്ട ബിബിൻ ബാബുവിന്റെ ഭാര്യ വിനിമോൾ, ഭാര്യ സഹോദരൻ വിഷ്ണു, ഭാര്യ പിതാവ് സതീശൻ എന്നിവരെയാണ് ഞാറക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ട്. 24 കൊച്ചി. തിരുവനന്തപുരം അരുവിക്കരയിൽ പട്ടാപ്പകൽ വീട് കുത്തിത്തുറന്ന് കവർച്ച. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിലെ റിസർച്ച് ഓഫീസർ രാജീവ് PR-ന്റെ വീട്ടിൽ നിന്ന് 8 ലക്ഷം രൂപയും 32 പവൻ സ്വർണവും കവർന്നു. ഭൂമി വിൽപ്പന നടത്തിയപ്പോൾ ലഭിച്ച പണമാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്നത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്തായിരുന്നു മോഷണം. അരുവിക്കര പോലീസ് കേസെടുത്തു. അന്വേഷണം ആരംഭിച്ചു. മാലിന്യ സംസ്കരണത്തിനായി എല്ലാ വീടുകളും സ്ഥാപനങ്ങളും യൂസർ ഫീ നൽകണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. 2026 ആകുമ്പോഴേക്കും സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം. മാലിന്യ സംസ്കരണത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ തുക പിരിച്ചിട്ടും സർക്കാരിലേക്ക് ചില്ലിക്കാശ് വരുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. യൂസർ ഫീ ഇല്ലാതെ ഈ മാലിന്യ സംസ്കരണം കാര്യക്ഷമമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ലോകത്തെ എല്ലായിടത്തും അനുഭവം പലരും പറയാറുണ്ട്. എല്ലായിടത്തും യൂസർ ഫീ പിരിക്കുന്നില്ലേ? ലോക്കൽ അതോറിറ്റീസ് യൂസർ ഫീ പിരിക്കുന്നുണ്ടല്ലോ, മുനിസിപ്പാലിറ്റീസും ലോക്കൽ അതോറിറ്റീസും. എന്നിട്ട് ലോകത്തെല്ലാം മാലിന്യ സംസ്കരണത്തിൻ്റെ ഉദാഹരണത്തെക്കുറിച്ച് പറയുകയും ഇവിടെ ഒരു തുച്ഛമായ യൂസർ ഫീ വരുമ്പോൾ അതിനെ എതിർക്കുകയും ചെയ്യുന്നത് അത് അംഗീകരിക്കാവുന്ന പ്രവണതയല്ല. വാർത്താസന്ധ്യ ഇവിടെ പൂർണ്ണമാവുകയാണ്.